ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് ടോപ്പിക്കാണ്. ഒന്നെന്ന് പറയുന്നത് എൻ്റെ സ്കിൻ എങ്ങനെയാണ് ചേഞ്ച് ആയത്, ഞാൻ എന്തൊക്കെ ചെയ്തു, എന്തെങ്കിലും പർട്ടിക്കുലർ പ്രോഡക്റ്റ് ആണോ, അങ്ങനെ കുറേ ഡൗട്ട് ഇന്നലത്തെ വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ കണ്ടു. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലർക്കൊക്കെ ഇത് ബോറിംഗ് ആയിട്ട് തോന്നാം. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ടോപ്പിക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ എൻ്റെ സ്കിൻ കെയർ റൊട്ടീനിൽ ഒരു മസ്റ്റ് ഹാവ് ആയിട്ടുള്ള കുറച്ച് സ്റ്റേപ്പിൾ പ്രോഡക്ട്സ് ഉണ്ട്. സോ അതും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. ദാറ്റ് ഗിവ്സ് എ വെരി അടിപൊളി ഗ്ലോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അധികം ചിലക്കാണ്ട് നമുക്ക് വീഡിയോയിലോട്ടാവും. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ഞാൻ ആദ്യമേ പറയാം, ഇത് ഇത്തിരി മെസ്ഡപ്പ് ആയിരിക്കും. കാരണം ഞാനൊരു ഓർഗനൈസ് ചെയ്തൊന്നും എനിക്കിത് പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ പറഞ്ഞുതരാം എൻ്റെ സ്കിൻ എങ്ങനെയാണ് മാറിയത്, എന്തൊക്കെ ഞാൻ ചെയ്തു. കഴിഞ്ഞ 3.5-4 വർഷത്തിൽ ആണ് ഈ ഒരു ചേഞ്ച് ഒക്കെ ഉണ്ടായത്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ ഞാൻ എന്താണ് ചെയ്തത്, ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ടെന്നുള്ളത് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ 3 years ബാക്ക്, 3 or 4 മാക്സിമം 3.5-4 years ബാക്കാണ് ഞാൻ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് എൻ്റെ +1 ഒക്കെ കഴിയാറായ ടൈമിലാണ് ഞാൻ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് വെരി സാധാരണ സാധനമായ സൺസ്ക്രീൻ വെച്ച് മാത്രമാണ് ഞാൻ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു കറക്റ്റായിട്ടുള്ളൊരു റൊട്ടീൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് 3 years ആയി. ഓക്കെ, കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ, അതായത് നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് 3 years ആയി. ആ ഒരു 3 years ആണ് ഞാൻ പ്രോപ്പറായിട്ടുള്ളൊരു സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് അല്ല, അതും കൂടി പറയണമല്ലോ. ഓക്കെ, ഇനി സ്കിൻ കെയർ ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്ത എൻ്റെ സ്കിൻ ടൈപ്പ് ഞാൻ പറയാം. സെൻസിറ്റീവ് ആയിട്ടുള്ള, ആക്നെ പ്രോൺ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് എൻ്റെ സ്കിൻ ടൈപ്പ്. ഓക്കെ, സ്കിൻ കെയർ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരെയും പോലെയും ഞാൻ ഭയങ്കര ക്ലൂലെസ് ആയിരുന്നു, ഭയങ്കര റാൻഡം ആയിട്ടുള്ള പ്രോഡക്ട്സ്. പിന്നെയാണ് ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് അബൌട്ട് വാട്ട് ഇസ് സ്കിൻ കെയർ, എങ്ങനെയാണ് സ്കിൻ കെയർ വർക്ക് ചെയ്യുന്നത് എല്ലാം. നിങ്ങൾ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടായിരിക്കും, ആദ്യം എന്ത് പ്രോഡക്റ്റ് ഉപയോഗിക്കണം, ആ ഇൻഫ്ലുവൻസർ ഇത് പറയുന്നു, ആ ക്രിയേറ്റർ ഇത് പറയുന്നു, ആ നടി ഇത് പറയുന്നു, നടൻ ഇത് പറയുന്നു, അപ്പം ഞാൻ എന്ത് ഉപയോഗിക്കണം എന്നുള്ളത് ഒരുപാട് പേർക്ക് ഡൗട്ടായിരിക്കും. ഇപ്പോൾ വേറെ ഡോക്ടർ അത് പറയുന്നു. പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ, അവരൊക്കെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം എന്നും പറഞ്ഞാൽ അവരുടെ അതേ റുട്ടീൻ ഒരിക്കലും ഫോളോ ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഓരോരുത്തരുടെ ഫസ്റ്റ് സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാം. നിങ്ങളൊക്കെ എന്താണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്നുള്ളത് കണ്ടുപിടിക്കാം. അതിനൊക്കെ ഉള്ള വീഡിയോസ് എൻ്റെ ഈ ചാനലിൽ തന്നെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ്, ഫുൾ വീഡിയോസ് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സിമ്പിളായിട്ട് നിങ്ങൾ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുക. ആ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ, നല്ല പ്രോഡക്റ്റുകൾ നോക്കി ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ട്രൈ ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഇത്രയും ടൈം പീരീഡ് കൊടുക്കണം. അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു റൊട്ടീൻ, ഒരു പ്രോഡക്റ്റ് എന്നല്ല, ഒരു റൊട്ടീൻ എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ളൊരു ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ എന്നുള്ള ഈ ഒരു ബേസിക് റൊട്ടീൻ ആയാലും മതി. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത്, ഈ ഒരു റൊട്ടീൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് 3 to 4 months എങ്കിലും നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആവുന്നില്ല, അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ചേഞ്ച് അപ്പ് പ്രോഡക്ട്സ്. അങ്ങനെയാണ് നമുക്ക് എന്താണ് സെറ്റ് ആവുന്നതെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് ഉപയോഗിച്ച് നോക്കാതെ നമുക്ക് യാതൊരു വഴിയില്ല. നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാലും ദേ ഗോണ സേ ദ സെയിം. അവർ നിങ്ങൾക്കൊരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് തരും. അതാണെങ്കിൽ ഉപയോഗിച്ചിട്ട് കുറവുണ്ടോ അല്ലെങ്കിൽ ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കാൻ നിങ്ങളോട് കൂടുതലും ആൾക്കാർ പറയും. അത് നിങ്ങൾ നോക്കിയിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പ്രോഡക്റ്റ് തരാം എന്ന് പറയുന്നതുണ്ട് കൂടുതൽ. അപ്പം നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതുകൊണ്ട് തന്നെ എല്ലാം നിങ്ങൾ ടെസ്റ്റ് ഔട്ട് ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ടെസ്റ്റ് ഔട്ട് ചെയ്ത് നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് അങ്ങനെ സെറ്റായി, നിങ്ങളുടെ സ്കിന്നിന് അത് ഓക്കെ ആയി തുടങ്ങിയെന്നുണ്ടെങ്കിൽ സ്റ്റിക്ക് ഓൺ വിത്ത് ഇറ്റ്. ആ ഒരു പ്രോഡക്റ്റ് തന്നെ മുന്നോട്ട് പോകും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല നല്ല പ്രോഡക്റ്റുകൾ വേറെ ആഡ് ചെയ്യാം, ലെയർ ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ സ്കിൻ കെയറിനെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ, വലുതായിട്ട് പഠിക്കാനൊന്നുമില്ല എന്നാലും അറിഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് പ്രോഡക്റ്റുകൾ ആഡ് ചെയ്യാം. നിങ്ങളുടെ സ്കിന്നിന് എന്താണ് വർക്ക് ആവുന്നതെന്ന് കുറച്ച് നാൾ നമ്മൾ സ്കിൻ കെയർ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും. ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടി തുടങ്ങും. ഇനി എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്കും ആദ്യം ഭയങ്കര ക്ലൂലെസ് ആയിരുന്നു. ഞാൻ മനസ്സിലാക്കിയ ഒരു സാധനം ഞാൻ പറഞ്ഞു, ഞാൻ ഭയങ്കര ക്ലൂലെസ് ആയിട്ട് റാൻഡം പ്രോഡക്ട്സ് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ഞാൻ നിങ്ങൾക്കും ഒരു ടിപ്പായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആദ്യം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും വലിയ തെറ്റും മണ്ടത്തരവും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പെട്ടെന്നൊരു കുരു വരാ അല്ലെങ്കിൽ ഒരു പാട് വരാൻ ചെയ്യുമ്പോൾ എല്ലാവരും, ഞാൻ മാത്രമല്ല, സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്ന മിക്ക എല്ലാവരും ചെയ്യുന്നൊരു മണ്ടത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് പോയിട്ട് റാൻഡം ആയിട്ടുള്ള സിറംസ്, അയ്യോ ഇത് എങ്ങനെയെങ്കിലും മാറ്റണം എന്ന് പറഞ്ഞാൽ റാൻഡം ആയിട്ടുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, നയസർമൈഡ്, ഇങ്ങനെ കുറേ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഈ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് പെട്ടെന്ന് പോയി വലിച്ചു വാരി അങ്ങ് തേക്കും.
പെട്ടെന്ന് മാറാൻ അതുകൊണ്ട് കുറച്ചധികം തേക്കാം എന്ന് പറഞ്ഞാൽ അതങ്ങ് വലിച്ചു വാരി അങ്ങ് തേച്ച് സ്കിന്നിൻ്റെ ബാരിയറിനെ ഇറിറ്റേറ്റ് ചെയ്യും. അതാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്കിന്നിൻ്റെ ബാരിയർ ഇറിറ്റേറ്റ് ആയി, അത് ബാരിയർ മോശമായതുകൊണ്ടാണ് നിങ്ങൾക്ക് കുരു വരുന്നതും പാട് വരുന്നതും. കുറച്ചൊരു 50-60% അതാണ് റീസൺ. ബാക്കിയൊക്കെ നിങ്ങളുടെ ഉള്ളിലാണ് റീസൺ. നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് എല്ലാം അതിനെ ബാധിച്ചിരിക്കുക. എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന ബാക്കി 50% ആയിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ ഭാഗത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് ആക്റ്റീവ്സ് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് ഇതിനെ റിപ്പയർ ചെയ്യാനല്ല, ശരിയാക്കണം, എങ്ങനെ ശരിയാക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുളമാക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരം ബാരിയറിനെ റിപ്പയർ ചെയ്യാൻ നോക്കുക. ഈ കുരുക്കളും സാധനങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി പണിയെടുപ്പിക്കുന്നതിന് പകരം സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്തെടുക്കാൻ നോക്കുക. അതിന് വേണ്ടത് ബാരിയർ റിപ്പയറിംഗ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ, ബാരിയർ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ. സിറംസ് പറയുകയാണെങ്കിൽ ഹൈലറോണിക് ആസിഡ് ഇൻക്ലൂഡ് ചെയ്യുന്ന സിറംസ്, ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള സിറംസ്, ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ടോണേഴ്സ്, ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ്. എന്താ പറയുക, അങ്ങേറ്റം നിങ്ങൾക്കൊരു സിറം ആക്റ്റീവ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നയാസിനമൈഡ് വരെ, അതിൽ കൂടുതൽ അങ്ങനെ ഉപയോഗിക്കാതിരിക്കുക. വൺസ് നിങ്ങളുടെ സ്കിന്ന് ഹീലായി ബെറ്ററായി എന്നൊരു സ്റ്റേജ് വരും. ആ സ്റ്റേജ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. സ്കിന്നിലൊരു ഹെൽത്തി ഗ്ലോ ഉള്ളിൽ നിന്ന് വരുന്ന പോലെയും നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കിന്ന് സോഫ്റ്റായിട്ട് ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യും. ആ ഒരു ഗ്ലോ നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്യും. ആ ഫീൽ ചെയ്ത് വരുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പാടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വേറെ പ്രോഡക്റ്റുകൾ ആക്റ്റീവ്സ് പതിയെ സ്കിന്നിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാം. അങ്ങനെയാണ് സ്കിന്ന് എനിക്ക് പേഴ്സണലി ആ ഒരു ചേഞ്ച് വന്നു തുടങ്ങിയത്. പക്ഷേ എനിക്ക് ഇത്രയും ടൈം എടുത്ത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എനിക്ക് ടൈം എടുത്തതെന്നല്ല, എനിക്ക് ഇത് ചേഞ്ച് വന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക്ഔട്ട്സും കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതലായിട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് എ സ്കിൻ കെയർ കോണ്ടന്റ് ക്രിയേറ്റർ എൻ്റെ ഈ ജോലീൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നമാണ്, ബട്ട് ഐ ലവ് മൈ ജോബ്. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ ടെസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അത് നല്ലതാണോ മോശമാണോ എന്നുള്ളതിൻ്റെ റിവ്യൂ പറയുന്നതാണ് എൻ്റെ ജോലി. അപ്പോൾ സാധാരണ ആൾക്കാർക്ക് ഇങ്ങനെ 100,000 പ്രോഡക്റ്റുകൾ വാങ്ങിക്കൂട്ടി ഉപയോഗിക്കേണ്ട കാര്യമില്ല. പക്ഷേ ആസ് കോണ്ടന്റ് ക്രിയേറ്റർ എനിക്കത് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം ക്രിയേറ്റേഴ്സും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്, അവരുടേതായ സ്കിൻ കെയർ റൊട്ടീൻ അവിടെ അങ്ങ് സ്റ്റിക്ക് ഓൺ ചെയ്ത് സ്കിന്നൊക്കെ അടിപൊളിയാക്കി സെറ്റാക്കി ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ട് ഏതെങ്കിലും ബ്രാൻഡ് പ്രമോഷനോ അല്ലെങ്കിൽ നോർമലായിട്ട് വേറെ ഏതെങ്കിലും പ്രോഡക്റ്റിനെ റിവ്യൂ പറയണമെന്നുണ്ടെങ്കിലും പ്രോഡക്റ്റ് എന്താണെന്ന് പോലും അറിയാതെ ചുമ്മാ വന്നിട്ട് ഈ ഒരു പ്രോഡക്റ്റ് കഴിഞ്ഞ 8 വർഷമായി 10 വർഷമായി പ്രോഡക്റ്റ് ഇറങ്ങിയിട്ട് 2 വർഷം പോലും ആയിട്ടില്ല. അങ്ങനെയായിരിക്കും നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയ എൻ്റെ സ്കിൻ കണ്ടോ. എനിക്ക് ആ തെണ്ടിത്തരം കാണിക്കാൻ പറ്റില്ല. ഞാൻ അതെൻ്റെ ഓഡിയൻസിനോട് കാണിക്കുന്ന ഒരു നന്ദികേടായിരിക്കും. ആ പരിപാടി എനിക്ക് പറ്റത്തില്ല. എൻ്റെ സ്കിൻ ബിലി കൊടുത്താണെങ്കിലും ഐ വിൽ ട്രൈ ഔട്ട് എവറി സിംഗിൾ പ്രോഡക്റ്റ്. നിങ്ങളെ കാണിക്കുന്നതിന് മുന്നേ ഞാൻ അത് ട്രൈ ഔട്ട് ചെയ്തിരിക്കും. എഴുതി ഒപ്പിട്ട് വെച്ചു. അതെന്തായാലും ഞാൻ ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇപ്പോൾ അറ്റ് എ ടൈം എനിക്ക് മൾട്ടിപ്പിൾ പ്രോഡക്റ്റ്സ് ചിലപ്പോൾ പരീക്ഷിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാനതെൻ്റെ ഫാമിലീനെ വെച്ചിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ അത് പരീക്ഷിച്ചിട്ടേ ഞാൻ വീഡിയോയിൽ ഇടത്തുള്ളൂ. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അത് അത്ര ഉറപ്പാണ്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, ഗിവ് അവേ നടത്താത്ത എന്താ, ഗിവ് അവേ തരാത്ത എന്താ, ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് പ്രോഡക്റ്റ് കിട്ടുന്നില്ലേ, അപ്പോൾ ഗിവ് അവേ തന്നൂടെ. എന്താണെന്ന് അറിയാമോ ഗിവ് അവേ തരാത്തത്? ഗിവ് അവേ തരാത്തതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഇവർ ഈ അയച്ചു തരുന്ന പ്രോഡക്റ്റുകളെല്ലാം ഞാൻ അതുപോലെ ടെസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവർ ടെസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇത്രയും ഒരു സെറ്റ് ഓഫ് പ്രോഡക്റ്റ് അയച്ചു തരുന്നത്. ഇപ്പോൾ ബാക്കി ക്രിയേറ്റേഴ്സിൻ്റെ കാര്യം എനിക്കറിയില്ല. എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ഓരോ പ്രോഡക്റ്റും അത്രയും ടൈം എടുത്ത് ടെസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ അതെന്തായാലും തീർന്നു പോകും. ഇപ്പോൾ നമുക്കൊരു 5 സിറംസ് അയച്ചു തന്നാലും അതിനകത്ത് 5ഉം ഞാൻ ഉപയോഗിച്ച് നോക്കും. അത്രയും ഉപയോഗിച്ച് ടൈം എടുത്ത് ടെസ്റ്റ് ഔട്ട് ചെയ്തിട്ടായിരിക്കും ഞാൻ നിങ്ങൾക്കൊരു റിവ്യൂ പറയുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഗിവ് അവേ തരാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ പ്രോഡക്റ്റുകൾ അതുകൊണ്ടായിരിക്കും കാണാത്തത്. ഇപ്പം എൻ്റെ സ്കിന്നിൽ മാത്രമല്ല ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത്, പല സ്കിൻ ടൈപ്പ് ആയിട്ടുള്ള ഇപ്പം എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ദേഹത്തും ഞാനിത് ടെസ്റ്റ് ഔട്ട് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്കൊരു റിവ്യൂ പറയുന്നത്. അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ ഐ ഡോണ്ട് ഹാവ് ഇനഫ് പ്രോഡക്ട്സ്. ഇങ്ങനെ വെറുതെ തരാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രോഡക്ട്സ് ഇല്ല. നിങ്ങൾക്ക് എൻ്റെ ഇപ്പോൾ ഷെൽഫ് വന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം,
എക്സസ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ കാണില്ല. ബിക്കോസ് ഞാൻ അതെല്ലാം ഉപയോഗിച്ച് തീർക്കുന്നുണ്ട്. അത്രത്തോളം വീഡിയോനകത്ത് ജെനുവനായിട്ട് എനിക്ക് റിവ്യൂ പറയണം എന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു യൂസ് ഇറ്റ്. അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ ഗിവ് അവേ തരാനുള്ള പ്രോഡക്റ്റ് ഇല്ലാത്തത്. ഓക്കെ, ഇനി ഞാൻ എൻ്റെ സ്കിന്നിൽ സ്കിൻ കെയർ അല്ലാതെ എനിക്ക് വരുത്തിയിട്ടുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ ഹാവ് PCOD. ഒരുപാടധികം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, സ്ട്രെസ്, ആൻസൈറ്റി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. മീൻസ് മെൻ്റൽ പ്രാന്താണ്, അങ്ങനെയല്ല, കുറച്ച് മെൻ്റലി ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്. കുറച്ചധികം പ്രശ്നങ്ങൾ എനിക്ക് വന്നു പോകാറുണ്ട്. സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി ഈസ് എ സ്റ്റേപ്പിൾ ഇൻ മൈ ലൈഫ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം ഞാൻ വിചാരിക്കുന്ന പോലെ അത്രയും സിമ്പിളായിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. സ്ട്രെസ്സും ആൻസൈറ്റിയും ഇന്നത്തെ ഡീൽ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഇറ്റ് വാസ് വെരി ഹാർഡ്. ആ ഒരു സ്ട്രെസ്സ് കാരണം ഇറ്റ് വാസ് മേക്കിംഗ് മീ ഗെയിൻ വെയ്റ്റ്. സ്ട്രെസ്, ഐ ഓൾസോ ഹാവ് PCOD. അപ്പോൾ PCODൻ്റെയും ഒരു വലിയ സിംറ്റമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് വാസ് മേക്കിംഗ് മീ ഗെയിൻ വെയ്റ്റ്. ഞാനിപ്പോൾ ഒരു ഫുഡും കഴിച്ചില്ലെങ്കിൽ കൂടിയും ചില ദിവസങ്ങളിലൊക്കെ ഞാൻ കഴിക്കാറേ ഇല്ല, ഒരു മീല് പോലും കഴിക്കാത്ത ദിവസങ്ങളിലും, എന്നിട്ടും ഐ വാസ് ഗെയിനിങ് വെയ്റ്റ്. ആൻഡ് അത് മെയ്ഡ് മീ ഭയങ്കര ഇൻസെക്യൂർ, ഭയങ്കര ബാഡ് ഫീലിംഗ്. ആൻഡ് വൺസ് ഞാൻ എൻ്റെ ചാനൽ തുറന്നു കമൻറ്റ് ബോക്സ് നോക്കി, തടിച്ചല്ലോ, എങ്ങനെയാണ് ചേച്ചി തടിച്ച്, ഒന്ന് പറഞ്ഞുതരാമോ, പെട്ടെന്ന് അങ്ങ് തടിച്ച് കൊഴുത്ത പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അപ്പോൾ ഭംഗിയൊക്കെ പോയി. ഒരു 100 കമൻറ്റ്സ് വരുമ്പോൾ ഓക്കെ, നൗ ഐ എം സ്ട്രെസ്ഡ് അഗെയിൻ, ബട്ട് ഐ എം ഗോണ ഡു. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഐ വർക്ക് ഔട്ട് ഓൾമോസ്റ്റ് എവറി സിംഗിൾ ഡേ. ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്. ചില സമയത്ത് പറ്റില്ല, ബിക്കോസ് മെൻ്റലി നമ്മൾ ഓക്കെ ആയിരിക്കണം. അപ്പോൾ അതിന് പറ്റാത്ത ദിവസങ്ങളിൽ മാത്രം ചെയ്യില്ല. അല്ലാത്തപ്പോൾ ഓൾമോസ്റ്റ് എവറി സിംഗിൾ ഡേ ഒരുമാതിരി പന്ന രീതിയിൽ ഞാൻ വർക്കൗട്ട് ചെയ്യായിരുന്നു. ബട്ട് സ്ട്രെസ്സ് ഉള്ളിടത്തോളം കാലം നമുക്കതിന് എന്താ പറയുക, ഹോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. അതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ എന്താ പറയുക, ബോഡി വെയ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഐ ഓൾസോ ഹാഡ് PCOD. അതുകൊണ്ട് തന്നെ ഇറഗുലർ പീരിയഡ്സ്, ഭയങ്കര മൂഡ് സ്വിങ്സ്, അത് ഇത് അങ്ങനെ ഒരു 100,000 പ്രശ്നം ഉണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് മേക്കിംഗ് മൈ സ്കിൻ ഭയങ്കര ബാഡ്. ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാവുക, കോൺസ്റ്റൻറ്റ് ഹെയർ ലോസ് ഉണ്ടാവുക, ഒരുപാട് പ്രശ്നങ്ങൾ. സോ ഞാൻ എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി കുറച്ചധികം ടൈം കൊടുത്തു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ കൺസിസ്റ്റൻ്റ് അല്ലാണ്ട് വീഡിയോ ഇടുന്നില്ല, കൺസിസ്റ്റൻസി ഇല്ല, മടിയാണ്. മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഐ ഹാഡ് ടു ഫോക്കസ് ഓൺ മൈ മെൻ്റൽ ഹെൽത്ത്. നിങ്ങൾക്ക് ഈ പറയുന്ന വീഡിയോസ് ആസ് എ കോണ്ടൻറ്റ് ക്രിയേറ്റർ, ആസ് എ സ്കിൻ കെയർ ഹെൽത്ത് കോണ്ടൻറ്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ഇതിന് ഞാൻ ഫോക്കസ് ചെയ്യുന്നതിനെ പറ്റി ഞാൻ വീഡിയോ ഇടണം എന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ എൻ്റെ ലൈഫ് അതുപോലെ ഒരു എക്സാമ്പിൾ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അതുപോലെ എൻ്റെ ലൈഫ് ഫിക്സ് ചെയ്തിട്ടേ ഞാൻ അതിന് അർഹയാവത്തുള്ളൂ, നിങ്ങൾക്കതൊരു എക്സാമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് അതിന് വേണ്ടിയിട്ട് ഞാൻ സാക്രിഫൈസ് ചെയ്തു എൻ്റെ അക്കൗണ്ട്. അത്രയും ടൈം എടുത്ത് ഞാൻ ഒരു ഹീലിംഗ് പ്രോസസ്സിലാണിപ്പോൾ. ആൻഡ് ദാറ്റ് ഹീലിംഗ് പ്രോസസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഇപ്പോൾ നല്ല രീതിയിൽ സ്ട്രെസ് റിലീഫ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് വെയിറ്റ് ലോസ് ആയി. ആൻഡ് ദാറ്റ് വെയിറ്റ് ലോസ് ക്രിയേറ്റഡ്, കുറേയൊക്കെ വെയിറ്റ് ലോസ് ആയി. ഞാൻ കംപ്ലീറ്റ് അങ്ങ് ഒട്ടിന്നൊന്നും പറയില്ല, ഐ എം സ്റ്റിൽ ദാറ്റ് ചബ്ബി ഗേൾ. പക്ഷേ എന്താ പറയുക, ഒരു അൺഹെൽത്തി ആയിട്ടുള്ള എമൗണ്ട് ഓഫ് വെയിറ്റ് എനിക്ക് കുറഞ്ഞു എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. ദാറ്റ് മെയ്ഡ് മൈ സ്കിൻ വീണ്ടും ഹെൽത്തി. സ്ട്രെസ്സ് കുറഞ്ഞ് ഇത്തിരി റിലീഫായി ഞാൻ ഹാപ്പി ആയി തുടങ്ങിയപ്പോൾ ദാറ്റ് മെയ്ഡ് മൈ സ്കിൻ ഹെൽത്തി, മൈ ഹെയർ ഹെൽത്തി, സ്റ്റിൽ മൈ curly hair healthy. So first of all, focus on your mental health. ഫിസിക്കലൊക്കെ ശരിയാവണമെന്നുണ്ടെങ്കിൽ ഫോക്കസ് ഓൺ യുവർ മെൻ്റൽ ഹെൽത്ത്. എന്നാലേ ഉറക്കം ശരിയാവത്തുള്ളൂ, എല്ലാം ശരിയാവത്തുള്ളൂ. സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രയോറിറ്റൈസ് യുവർ സെൽഫ്. അങ്ങനെ ഞാൻ ഫൈനലി എന്നെ പ്രയോറിറ്റൈസ് ചെയ്തപ്പോൾ ഐ എം ഹാപ്പി, സ്ട്രെസ് റിലീഫ്, ഹെൽത്തി ആവുന്നു. അപ്പോൾ അതൊരു മേജർ റീസണാണ് എൻ്റെ സ്കിന്നും ഹെയറും ബോഡിയും വീണ്ടും ഹെൽത്തിയായി വരാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും ഞാൻ പറയില്ല എൻ്റെ സ്കിൻ ഇസ് പെർഫെക്റ്റ് എന്നോ, ഒന്നുമല്ല. യു ക്യാൻ ക്ലിയർലി സീ എൻ്റെ ഹെയറിൽ പാടുകളുണ്ട്, ഐ മീൻ ചെറിയ കുരുക്കളുണ്ട്, എല്ലാം ഉണ്ട്. നോബഡി ഈസ് പെർഫെക്റ്റ്, നോബഡി സ്കിൻ ഇസ് പെർഫെക്റ്റ്, എവറിത്തിങ് ഇസ് പ്രിട്ടൻഡ് ചെയ്ത് തന്നെ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ
ജസ്റ്റ് ബി യുവർ സെൽഫ്. സ്വന്തം നമുക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലാണ്ട് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുക, നമുക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക. ആൻഡ് ദാറ്റ് ഈസ് ദ മെയിൻ തിങ്. നിങ്ങളുടെ സ്കിന്നിലും നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ ബോഡിയിലും കൊണ്ടുവരാൻ പോകുന്ന ഡിഫറൻസ് അതായിരിക്കും. ഞാൻ 100% പറയാണ്. കാരണം എന്താ പറയുക, ഞാൻ ഈ പറയുന്ന എത്രത്തോളം പേർക്കത് മനസ്സിലാവുമെന്നറിയില്ല. ഐ ആം എ വെരി സെൽഫ്ലെസ് പേഴ്സൺ കുറേയൊക്കെ. ആൻഡ് നമ്മൾ വിചാരിക്കും ബാക്കിയുള്ളവർ ഹാപ്പി. ലൈക്ക് എൻ്റെ പേഴ്സണലി ഐ ഫീൽ ഹാപ്പി വെൻ ഐ മേക്ക് അതേഴ്സ് ഹാപ്പി. ബാക്കിയുള്ളവരുടെ സന്തോഷം കാണുമ്പോഴാണ് ഐ ഫീൽ ഹാപ്പി. ഐ ആം. പക്ഷേ അതിൻ്റെ ഇടയിൽ എവിടെയോ ഞാൻ എന്നെ പ്രയോറിറ്റൈസ് ചെയ്യാൻ മറന്നു. ആൻഡ് ദാറ്റ് ഈസ് എ മെയിൻ തിങ് വാസ് കോസിങ് മീ ഭയങ്കര സ്ട്രെസ്, ഭയങ്കര ആൻസൈറ്റി, ഭയങ്കര എന്താ പറയുക മെൻ്റലി ഡിപ്രസ്ഡ്. വൺസ് ഐ സ്റ്റാർട്ടഡ് ഓൺ ഫോക്കസിങ് ഓൺ മൈ സെൽഫ്, എൻ്റെ ഹാപ്പിനെസ് കുറച്ചെങ്കിലും പ്രയോറിറ്റൈസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഐ ഫെൽറ്റ് ഹാപ്പി, സ്ട്രെസ് റിലീഫ്, PCOD ഈസ് ഓൺ കൺട്രോൾ, പീരിയഡ്സ് ആർ റെഗുലർ, വെയിറ്റ് ലോസ് ആവാൻ തുടങ്ങി. ഞാനിപ്പം 3 നേരം കഴിക്കാറുണ്ട്. ഓക്കെ, 1 നേരവും കഴിക്കാതിരുന്ന ഞാൻ 3 നേരം കഴിക്കാറുണ്ട്. ആൻഡ് സ്റ്റിൽ ഫീൽസ് ഭയങ്കര ഹെൽത്തി ആൻഡ് ഹാപ്പി. സോ പ്രയോറിറ്റൈസ് യുവർ സെൽഫ്, സ്കിൻ അടിപൊളിയാവും. അതാണ് മെയിൻ. പിന്നീട് എന്താ പറയുക, സ്കിൻ കെയർ റൂട്ടീനും അതുപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പർട്ടിക്കുലർ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ കൂടിയും കൂടുതലും ചേഞ്ച് വരുത്തിയത് ഹൈഡ്രേറ്റിംഗ് പ്രോഡക്റ്റുകളിലോട്ട്, ഒരു എന്താ പറയുക ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിൻ്റെ പ്രോഡക്റ്റിൽ നിന്ന് മാറി കൂടുതലും ഞാനൊരു ഹൈഡ്രേറ്റിംഗ് പ്രോഡക്റ്റിലോട്ട് മാറിയപ്പോൾ ഇത്തിരി ഒരു ഗ്ലോയി സ്കിൻ കിട്ടാൻ തുടങ്ങി. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ മെയ്ഡ് ഭയങ്കര നല്ല ഡിഫറൻസ് ടു മൈ സ്കിൻ. ഓക്കെ, ഞാൻ പറയില്ല ഇന്നൊരു പർട്ടിക്കുലർ പ്രോഡക്റ്റാണ് എൻ്റെ സ്കിന്നിൽ ഡിഫറൻസ് കൊണ്ടുവന്നതെന്നുള്ളത്. പല പ്രോഡക്റ്റുകൾ ടെസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഓവർ ടൈം. അതെല്ലാം നല്ല രീതിയിലുള്ള ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ബട്ട് മെയിൻ ചേഞ്ച് എന്ന് പറയുന്നത് എൻ്റെ മെൻ്റൽ ഹെൽത്തിൽ വന്നിട്ടുള്ള ഡിഫറൻസ് ആണ് എൻ്റെ സ്കിന്നിൽ ഉണ്ടാക്കിയ ഒരു വലിയ ചേഞ്ച്. ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഒരുപാട് നേരമായി ഇതാണ് എൻ്റെ മെയിൻ ഡിഫറൻസ്. ഇനി ഞാൻ പ്രോഡക്റ്റ് കുറച്ച് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞില്ലേ സ്റ്റേപ്പിളായിട്ട് എൻ്റെ സ്കിന്നിൽ ഒരു ഹെൽത്തി ഗ്ലോ കൊണ്ടുവന്ന കുറച്ച് അടിപൊളി പ്രോഡക്ട്സ്. അത് പറയുന്നതിന് മുന്നേ ഐ ഹാവ് ടു ഷോ മൈ ബേബീസ്. ഞാൻ കുറേ പേര് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു ലൂഫീനെയും സോറോനെയും വീഡിയോയിലെങ്ങും കാണിക്കുന്നില്ലെന്നുള്ളത്. ലൂഫീനെ ഇപ്പോൾ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, ബട്ട് സോറോനെ ഞാൻ കാണിച്ചു തരാം. സോറോ ഉറങ്ങുമായിരുന്നു, ഞാൻ കുഞ്ഞിനെ എണീപ്പിച്ചു. ബട്ട് ലൂഫിനെ എൻ്റെ സോളവാവയാണ്. എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആവാൻ ഉള്ള വലിയൊരു റീസൺ എൻ്റെ ഒരു വാവയാണിത്. എനിക്ക് 2 വാവകളുണ്ട്. ഒന്ന് സോറോ, ഒന്ന് സോറോ, ഒന്ന് ലൂഫി. സോറോത ഉറങ്ങാൻ ഞാൻ കുഞ്ഞിനെ ഒന്ന് കൊണ്ട് കിടത്തിയിട്ട് വരട്ടെ, കട്ടിലേ ഉറങ്ങട്ടെ. കൊണ്ട് കിടത്താൻ എനിക്ക് തോന്നുന്നില്ല, ബട്ട് ഈ വീഡിയോ എന്തായാലും കണ്ടിന്യൂ ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഈ കുഞ്ഞിനെ ഒന്ന് കൊണ്ട് കിടത്തട്ടെ. ലൂഫീനെ ഞാൻ പറ്റെങ്കിൽ കാണിച്ചു തരാം. ചൂടി എൻ്റെ ലൂഫി. ലൂഫീൻ്റെ തല മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ തോന്നുന്നു. രണ്ടുപേരെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീച്ച് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇനി ഐ എം ഗോണ ഷോ പ്രോഡക്ട്സ്. പിള്ളേരെ എണീപ്പിച്ചപ്പോൾ ഒരു സമാധാനം വയ്ക്കാൻ പ്രോഡക്ട്സ് ഒന്ന് മാറിക്കേ. ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ വീഡിയോയിലൊക്കെ ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ മുഖത്ത് എന്തെങ്കിലും പൂട ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്ലീസ് ഇഗ്നോർ. എൻ്റെ ഫുഡിൽ വരെ പൂടയാണ്. സോ ഫസ്റ്റ് ഈ ഒരു സാധനമാണ്. ഇത് വണ്ടറിൻ്റെ സെറമൈഡ് മോച്ചി ടോണർ. ദിസ് ഇസ് മാജിക്. അത്രയും അടിപൊളി ഒരു ഐറ്റം ആണ് ആൻഡ് വർത്ത് എവറി സിംഗിൾ പെനി. ഈ ഒരു ബോട്ടിൽ എനിക്ക് തോന്നുന്നു അര ലിറ്റർ ഉണ്ട് ഈ ഒരു ബോട്ടിൽ. 1/2 ലിറ്ററിന് നിങ്ങൾക്ക് 1/2 ലിറ്റർ ടോണർ കിട്ടുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഗുഡ്.
1300 1400 രൂപയാണ് ഈ ഒരു ബോട്ടിലിന്. 1/2 ലിറ്റർ ടോണർ കിട്ടും. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഒരു 4 months ആയിട്ടുണ്ടാവും. 4 months ആയിട്ടും ഇത്രേ തീർന്നിട്ടുള്ളൂ. ഐ ഹാവ് സ്റ്റിൽ മോർ ദാൻ ഹാഫ് ലെഫ്റ്റ്. സോ ഭയങ്കര വർത്താണ് ഈ ഒരു സാധനം. ഭയങ്കര ഒരു ഹൈഡ്രേറ്റിംഗ് ഗ്ലോയി ബേസ് നിങ്ങൾക്ക് തരും. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് ഈ ഒരു ടോണറാണ്. സോ ദിസ് ഇസ് എ റിയലി ഗുഡ് തിങ്. ഭയങ്കര ഒരു 2-3 ലെയർ ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. സോ ഗുഡ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം. ഓക്കെ. ഇനി സെക്കൻഡ് സാധനം ഞാൻ കുറച്ച് നാളുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും ഞാനത് റീപർച്ചേസ് ചെയ്തു. ആൻഡ് ദാറ്റ് വാസ് ദ ബെസ്റ്റ് ഡിസിഷൻ എവർ. ഇത് ഇക്കോബെറിയുടെ സീക്ക നയസിനമൈഡ് ഗ്ലോ എസൻസ് വിത്ത് ഹൈലറോണിക് ആസിഡ്. എൻ്റെ 3 ഫേവറേറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ്. എൻ്റെ ഫേവറേറ്റ് 3 സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ് ആണ് സീക്ക നയസിനമൈഡ് ഹൈലറോണിക് ആസിഡ്. ദിസ് ഈസ് ഭയങ്കര ഗുഡായിട്ടുള്ളൊരു സാധനം. ഇതൊരു സീറം എസെൻസ് അങ്ങനെയൊക്കെ പറയുന്നൊരു സാധനം. ഒരു ടോണറാണെന്ന് വെച്ചാൽ ടോണറും അല്ല, സിറം ആണെന്ന് വെച്ചാൽ സിറം അല്ല, അതിൻ്റെ ഇടയ്ക്ക് വരുന്നൊരു സാധനമാണ്. ഒരു എസെൻസ് ആണ് ഈ ഒരു സാധനം. സീക്കാൻ്റെ മെയിൻ ഗുണം എന്ന് പറയുന്നത് പൂള ഇപ്പോഴും വായിക്കാത്തുണ്ട് കേട്ടോ, എന്ന് പറയുന്നത് സ്കിൻ കാമാക്കും. നയസിനമൈഡ് ഒരു ഭയങ്കര ജെൻറ്റിലായിട്ടുള്ളൊരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുപോലെ തന്നെ ഹൈലറോണിക് ആസിഡ് ഗിവ്സ് ദാറ്റ് ഭയങ്കര അടിപൊളി ഗ്ലോ, ഭയങ്കര ഹൈഡ്രേറ്റിംഗ്. ദിസ് ഇസ് ടു ഹൈഡ്രേറ്റിംഗ്, ടു ഗുഡ്. അപ്പോൾ ചെറിയ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഇതുപോലത്തുള്ള എല്ലാ ഹൈഡ്രേറ്റിംഗ് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുമ്പോൾ ചെറിയ നനവുള്ള സ്കിന്നിൽ യൂസ് ചെയ്താലേ വർക്ക് ചെയ്തുള്ളൂ. ആൻഡ് ദിസ് സൂട്ട്സ് ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടോണും, അല്ല സ്കിൻ ടൈപ്പിനും. ഓക്കെ. ഐ തിങ്ക് 400 രൂപ എന്തോ ആണ്. ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ്. സോ റിയലി ഗുഡ്. ഇഫ് യു ഹാവ് സെൻസിറ്റീവ് സ്കിൻ യു വിൽ ലവ് ദിസ്. ഓക്കെ. ഇനിയുള്ളൊരു സാധനം എന്ന് പറയുന്നതും ഇതുപോലൊരു ഗ്ലോ ആയിട്ടാണ്. ഇതെന്ന് പറയുന്നത് SOSൻ്റെ 72 hour ഹൈഡ്രേറ്റിംഗ് ഫേഷ്യൽ ടോണർ. ഈ ടോണർ ഞാൻ എപ്പോഴും അങ്ങനെ കൊണ്ട് നടക്കാറുണ്ട്. ഞാനിത് ബാഗിൽ എപ്പോഴെങ്കിലും ഒക്കെ കൊണ്ട് നടക്കാറുണ്ട്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഹൈപ്പോക്ലോറസ് ആസിഡാണ്. ഹൈപ്പോക്ലോറസ് ആസിഡിൻ്റെ ഒരു സിമ്പിളായിട്ട് പറഞ്ഞ ഒരു ഡിസ്ഇൻഫെക്റ്റീവ് സ്പ്രേ പോലെ ഫോർ യുവർ ഫേസ്, ബട്ട് ഗിവ്സ് ഭയങ്കര അടിപൊളി ഗ്ലോ. അതാണ് എനിക്കിഷ്ടം. ദിസ് ഈസ് ഭയങ്കര ഒരു ഗ്ലോയി സാധനം. ഞാനിപ്പോൾ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നുള്ളൂ, പക്ഷെ കഴിക്കാത്ത അറിയാൻ പറ്റുമെന്ന് അറിയത്തില്ല. ബട്ട് വൺസ് ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഗിവ്സ് എ ഭയങ്കര ഹെൽത്തി ഗ്ലോ ബിക്കോസ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഹൈലറോണിക് ആസിഡ്. സോ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഗിവ് യു എ ഹെൽത്തി ഗ്ലോ. ഇനി വൺ ഓഫ് മൈ ഫേവറേറ്റ് സാധനം, కొంచెం എക്സ്പെൻസീവ് ഐറ്റം, ബട്ട് ദിസ് ഈസ് ഫോർ ലൈക്ക് ഭയങ്കര അടിപൊളി സാധനം. എൻ്റെ സ്കിൻ കെയറിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റേറ്റാണ്. സൂപ്പർ എക്സ്പെൻസീവ്, ബട്ട് ഐ ലവ് ദിസ് ഫോർ ഭയങ്കര അടിപൊളി ഒരു ഹെൽത്തി ഗ്ലോ നിങ്ങൾക്ക് തരുന്ന ഒരു ഐറ്റമാണിത്. ഇത് ഡാൽബൻ്റെ ഫസ്റ്റ് സിറം സ്പ്രേ ആണ്. ഈ ഒരു സാധനം കാണാം സെപ്പറേറ്റ് ആയിട്ടുള്ള 2 ലെയർ ഉണ്ട്. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഐ തിങ്ക് വൈറ്റ് ട്രഫിൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. നമുക്കിത് മേക്കപ്പിൻ്റെ ഇടയിൽ, മേക്കപ്പിന് മുന്നേ, മേക്കപ്പിന് ശേഷം എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. സ്കിൻ ഭയങ്കര അടിപൊളിയാവും. നിങ്ങൾക്ക് കണ്ടോ ഈ ഒരു ഗ്ലോ? ഇതിൽ ഒരു നനവില്ല, എൻ്റെ മുഖം എണ്ണയല്ല. ഗിവ്സ് ഭയങ്കര ഹെൽത്തി ഗ്ലോ. അമ്മ അയ്യോ എൻ്റെ നെഞ്ചൊന്ന് വെളിപ്പോയി. ബട്ട് ദിസ് ഗിവ്സ് ഭയങ്കര അടിപൊളി ഗ്ലോ. ഓക്കെ. ഞാനിപ്പോഴും എനിക്കിങ്ങനെ അടിക്കാനുള്ള ത്വരയുണ്ട്, ബട്ട് അടിച്ചാലോ. ഓക്കെ. ഭയങ്കര അടിപൊളി ഒരു ഗ്ലോ നിങ്ങൾക്ക് തരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഗുഡ്. ഇതിൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഇത് 1900 അങ്ങനെ എന്തോ ആണ്. ഇറ്റ്സ് ടു ഗുഡ്, വർത്ത് എവറി സിംഗിൾ പെനി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. ആൻഡ് ഗിവ്സ് ഭയങ്കര അടിപൊളി ഗ്ലോ. ഇനിയുള്ളത് ഇതിൻ്റെ ഒരു സ്റ്റേപ്പിൾ സാധനമാണ്. ഇത് ബയോഡാമയുടെ അട്ടോഡം ക്രെം അൾട്ര. ഈ ഒരു മോയ്സ്ചറൈസർ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സെറ്റഫിലെ. ഞാനിപ്പോൾ ചൊറിഞ്ഞില്ല, അതിൻ്റെയാണ് ഇവിടെ ചുമന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല എനിക്ക് സെൻസിറ്റീവ് സ്കിന്നാണ്. സെറ്റഫിലെ മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുന്നത്. എന്നാലും കുറച്ച് നാളായിട്ട് ഞാൻ ഇതും ഇങ്ങനെ മാറി ഉപയോഗിക്കുന്നുണ്ട്. കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഈ ഒരു ബോട്ടിലിന് ഐ തിങ്ക് 1200 രൂപ. ഈ ഒരു ബോട്ടിലിന് 1200 രൂപയാണ്. അപ്പം ഈ ബോട്ടിലിൽ നമുക്ക് ഫേസിലും ഉപയോഗിക്കാം, ബോഡിയിലും ഉപയോഗിക്കാം.
നല്ലൊരു ഹൈഡ്രേറ്റിംഗ്, നല്ലൊരു ഗ്ലോയി ബേസ് നിങ്ങൾക്ക് തരും. ഞാനിപ്പോൾ ഒരു ഫൗണ്ടേഷൻ പോലും ഇട്ടിട്ടില്ല ഗൈസ്, ബട്ട് ഈ ഒരു പ്രോഡക്ട്സ് കൊണ്ട് എനിക്ക് കിട്ടിയ ഒരു ഗ്ലോ കാരണം ഫീൽസ് ഭയങ്കര അടിപൊളി. ഓക്കെ, ഞാൻ ഫൗണ്ടേഷൻ ഇട്ടിട്ടില്ല, ഞാൻ ഇച്ചിരി ലിപ് ലൈനർ ഇട്ടിട്ടുണ്ട്, ലിപ് ബാം, പിന്നെ ഐബ്രോസ് ചെറുതായിട്ടൊന്ന് ഒരച്ച് വെച്ചിട്ടുണ്ട്, ആൻഡ് ചെറിയ രീതിയിൽ മസ്കാര. അല്ലാതെ ഞാൻ വേറെ മേക്കപ്പ് ഇട്ടിട്ടില്ല. ബെറ്റർ ഗ്ലോ ഇല്ലേ, അതായത് ഈ പ്രോഡക്റ്റുകളൊക്കെയാണ് ആ ഒരു മെയിനായിട്ടുള്ള ഗ്ലോ. പിന്നെ പകലാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ സൺസ്ക്രീൻസ്. പക്ഷേ ഇതാണ് എൻ്റെ ഒരു ബേസ് റൊട്ടീനിൽ മസ്റ്റ് ഹാവ് ആയിട്ട് വരുന്ന കുറച്ച് സാധനങ്ങൾ. കുറച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോയെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. സമയം ഏതാണ്ട് 2 മണിയാവാറായി. ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. ഓക്കെ, ഐ തിങ്ക് ഞാൻ കുറേയൊക്കെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു എന്ന്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, മനസ്സിലാവാൻ അത്ര സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, ബട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ ഞാൻ മാക്സിമം സിമ്പിളായിട്ട് ഇനിയും എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ തന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വേറെ വീഡിയോസും കാണുന്നതായിരിക്കും. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മൾട്ടിപ്പിൾ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്, സോ അതെല്ലാം കാണാം. സോ അപ്പോൾ എല്ലാം ഓക്കെ അല്ലേ? ഗുഡ് നൈറ്റ്, ബൈ.